ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നടത്താൻ ഡോക്ടർ ബാബു പോളിനെ കിട്ടിയത് ഒരനുഗ്രഹമാണ്. പത്രപ്രവർത്തകരുടെ അവകാശങ്ങളെയും അധികാരങ്ങളെയും അവരുടെ പേനയുടെ അനന്തമായ സാധ്യതകളെയും കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് വളരെ ശരിയാണ്. VS അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ചേർന്നത് വെറും 20 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അന്ന് മുഖ്യമന്ത്രിയാകും എന്നുള്ള യാതൊരു പ്രതീക്ഷയും ആ മനുഷ്യനുണ്ടായിരുന്നില്ല. പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൂടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ധൈര്യം തോന്നാത്തൊരു കാലം. ആദർശത്തിൽ അഭിരമിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായ ആളാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പൊതുവായി ആളുകൾക്കുള്ള ധാരണ ഉണ്ടായത് അദ്ദേഹം 20 വയസ്സിലൊരു ത്യാഗം അനുഷ്ഠിക്കാൻ പുറപ്പെട്ടത് കൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ പോരായ്മകളെയും മാറ്റിവെച്ചും മൂടിവെച്ചും ഇന്ന് കേരളം അദ്ദേഹത്തെ അറിയുന്ന രീതിയിലാക്കിയെടുത്തത് മലയാള മനോരമയും മാതൃഭൂമിയും അങ്ങനെ ആവണം അച്യുതാനന്ദൻ എന്ന് നിശ്ചയിച്ചു. ഈ 2 പ്രധാനപ്പെട്ട പത്രങ്ങൾ VSന്റെ നന്മകളെ ശതഗുണീഭവിപ്പിക്കുകയും തിന്മകളുടെ മുകളിൽ ഒരു യവനിക തീർക്കുകയും ചെയ്തപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ആദർശശാലിയായ ഒരാൾ VS ആണ് എന്നൊരു ധാരണയുണ്ടായി. ആണെന്നോ അല്ലെന്നോ ഞാൻ പറയുകയല്ല. പത്രങ്ങൾക്ക് എന്ത് സാധിക്കും എന്നുള്ളതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്. പിണറായി വിജയൻ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളായിരുന്നു. ഞാൻ സർവീസിലിരുന്ന കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നത് കൊണ്ട് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും. പക്ഷേ ഇന്ന് കേരളത്തിലെ ആളുകളുടെ മനസ്സിൽ പിണറായി വിജയൻ സകല തിന്മകളുടെയും മൂർത്തീകരണമായ ആകൽ കർസായും കുഴപ്പക്കാരനും ലാവ്ലിൻ കേസിൽ കേരളത്തെ നശിപ്പിച്ചവരുമാണ് എന്നാണ് ധരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ ധരിച്ചു എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ധരിച്ചു. അതാണ് പത്രങ്ങളുടെ ബലം. നമ്മളാരും ശാസ്ത്രീയമായി ഇതൊന്നും ചോദ്യം ചെയ്യാറില്ല. പൊതുവായി അങ്ങ് പറഞ്ഞു പോകും. ഇപ്പം ഈ ലാവ്ലിൻ കേസ് തന്നെ 1996 ഈ സംഭവം നടക്കുമ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ AK ബാലനെ പോലെ ഒരു പയ്യൻ മന്ത്രിയാണ്. അന്നത്തെ മുഖ്യമന്ത്രി നായനാരോ അന്നത്തെ പാർട്ടി മേധാവി അച്യുതാനന്ദനോ അറിയാതെ ഈ ജൂനിയർ മന്ത്രി രാഖി രാമാനം കാനഡയിൽ പോയി ഒരു ഒപ്പിട്ടുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാരും അത് അങ്ങനെയൊക്കെ നടക്കുമെന്ന് അന്വേഷിക്കാത്തതുകൊണ്ടാണ്. അതാണ് പത്രത്തിൻ്റെ ബലം. പണ്ട് ഒരു പത്രത്തിൽ ഈ പത്രക്കാരൻ ജേർണലിസം പഠിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്ന് പോസിറ്റീവ് റിപ്പോർട്ടിംഗ് എന്നാണ്. പോസിറ്റീവ് റിപ്പോർട്ടിംഗ് അധികം ചെയ്യാറില്ല. നമ്മുടെ ആൻ്റണി പ്രിൻസിൻ്റെ വ്യക്തിപരമായ അനുഭവം വാസ്തവത്തിൽ ഒരു പോസിറ്റീവ് റിപ്പോർട്ടിങ്ങിന് വരേണ്ടതാണ്. നമ്മൾ തന്നെയാണല്ലോ കേരളം ഗുണമാവില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് എല്ലാവരും. കേരളത്തിലെന്നും കുഴപ്പമാണ്, കേരളത്തിലെങ്ങും അഴിമതിയാണ്, കേരളത്തിലെങ്ങും അക്രമമാണ്, കേരളത്തിലൊരു വ്യവസായവും നടക്കുകയില്ല, ഇവിടെ നോക്കുകൂലി വേണ്ടെന്ന് പറഞ്ഞാൽ നോക്കുകൂലിയേ ഉള്ളൂ
ഇതൊക്കെ മറ്റുള്ള ആളുകൾ പറയുന്നതിനേക്കാൾ ഉറക്കെ നമ്മളാണ് പറയുന്നത്. അതിൽ ഈ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോൾ ആൻ്റണി പ്രിൻസ് 10 കപ്പലിൻ്റെ ഡിസൈൻ ഉണ്ടാക്കി എന്നുള്ളത് ഇവിടെ ഏത് പത്രത്തിൽ വന്നു? ശശി തരൂർ ഒരു ലേഖനം എഴുതിയതിനകത്ത് വന്നു. അത് എഴുതിയാൽ ആളുകൾ വായിക്കാനില്ലായിരിക്കും. ഗോവിന്ദസ്വാമി സൗമ്യമേ ബലാത്സംഗം ചെയ്തതിൻ്റെ വിശദമായ സ്ക്രിപ്റ്റ് പോലെ എഴുതി ഉണ്ടാക്കിയ വാർത്തകൾ വായിക്കാൻ കിട്ടുന്ന ആളുകളെ 10 കപ്പലുകളുടെ ഡിസൈൻ കേരളത്തിലുണ്ടാക്കാൻ ആൻ്റണി പ്രിൻസിന് സാധിച്ചു എന്നുള്ള വാർത്തയ്ക്ക് ആകർഷിക്കാൻ കഴിയുകയില്ല. തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം മാർപ്പാപ്പായും കർദിനാൾമാരും മെത്രാന്മാരും ഏറ്റെടുത്തിരിക്കുന്നതിനേക്കാൾ വിശുദ്ധമായൊരു ദൗത്യമാണ് എന്നുള്ള ബോധത്തോടുകൂടെ പത്രപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ഈ പ്രസ് ക്ലബിൻ്റെ അംഗങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടെ നിറഞ്ഞ സന്തോഷത്തോടെ തികഞ്ഞ ശുഭപ്രതീക്ഷകളോടെ കഴിഞ്ഞ കാലങ്ങളിലെ നേട്ടങ്ങളെ ഉറപ്പിച്ചും കോട്ടങ്ങളെ അതിജീവിച്ചും മുൻപോട്ട് പോകുവാൻ പുതിയ വർഷത്തെ ഭാരവാഹികൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയും ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നതായി നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഒന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, പത്രം നടത്തുന്നത് എന്തിനാണ്? പത്രത്തെപ്പറ്റി പത്രത്തിൻ്റെ മാനദണ്ഡം നമ്മൾ പത്രം വലിയ കാര്യപ്പെട്ടതായിരിക്കണം. പത്രം നടത്തുന്നതിന് ഉദ്ദേശം എന്താണ്? ചില മാധ്യമ ക്ലാസ്സിൽ ഏതോ ഒരു മാധ്യമ ക്ലാസ്സിൽ അധ്യാപകൻ ചോദിച്ചതാണ് പത്രം നടത്തുന്നത് എന്തിനാണ്. അപ്പോൾ ചെറുപ്പം പറഞ്ഞു അത് ജനത്തെ ഉദ്ധരിക്കാൻ, ഡെമോക്രസിയെ രക്ഷിക്കാൻ, ഈ ഫോർത്ത് എസ്റ്റേറ്റായി നിലകൊള്ളാൻ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട്. ഉടനെ അധ്യാപകൻ പറഞ്ഞ അവസാനം പറഞ്ഞത് ഇതിനൊന്നിനും അല്ല പത്രം, പത്രം കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സിമ്പിൾ. അപ്പം കാശ് എവിടെ നിന്ന് കിട്ടുമോ അത് പത്രങ്ങൾ ചെയ്തിരിക്കും. കാശ് കിട്ടിയില്ലെങ്കിലോ ആ പത്രം പൂട്ടിപ്പോകും. എത്ര കേമപ്പെട്ട പത്രം ഉണ്ടാക്കിയാലും ആ പത്രം പണം ഉണ്ടാക്കിയില്ലെങ്കിൽ ആ പത്രം പൊളിഞ്ഞു പോകും. അതിന് നിലനിൽക്കാനാവില്ല. ഇപ്പം ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ കിടന്ന് ചക്രശ്വാസം വലിക്കും. നമുക്കറിയാം അവരുടെ കെട്ടിടം പോലും പണയം വെച്ച് 500 മില്യൺ മെക്സിക്കോയിൽ നിന്നുള്ള ഏതോ മുതലാളിയുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ടാണ് അവരിപ്പം തൽക്കാലം ഓടിച്ചു പോകുന്നത്. കാരണം വരുമാനമില്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന പത്രങ്ങളൊക്കെ പോലും ഇങ്ങനെ ഈ വരുമാനം റവന്യൂ കിട്ടുന്നില്ല. റവന്യൂ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് പരസ്യങ്ങൾ വേണമെങ്കിൽ പത്രങ്ങളിലായിരുന്നു പരസ്യങ്ങൾ വരുന്നത്. ഇന്നിപ്പം പരസ്യത്തിൻ്റെ ആവശ്യം, പരസ്യത്തിന് പല മാധ്യമങ്ങളുണ്ട്. ഇമെയിൽ മതി. നമുക്കൊരു 1000 പേർക്ക് ഇമെയിൽ അയക്കാൻ ഒരു പ്രയാസവുമില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, ഇൻ്റർനെറ്റിലുള്ള മീഡിയകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ന്യൂജേഴ്സിയിൽ സീമാ സിംഗ് എന്ന് പറഞ്ഞ് അവർ ഹെൽത്ത് കമ്മീഷൻ്റെ പബ്ലിക് അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പോൾ അവർ സെനറ്റിലേക്ക് മത്സരിച്ചപ്പോൾ അവർക്കെതിരെ എന്തോ അഴിമതി ആരോപണം, എന്തോ ഒരു ആരോപണങ്ങൾ വന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്ന് ഇന്ത്യാബിലോട്ട് എടുത്ത് ഇവർ മത്സരിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ ഒബ്ജക്റ്റീവ് ആണോ എന്ന് കരുതി ഇന്ന ആരോപണങ്ങളും കൂടി ഇവർക്കെതിരെ അവിടുത്തെ ലോക്കൽ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന് ഒരു 3-4 വാചകം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവർ ഇലക്ഷനിൽ ഏതായാലും തോറ്റു കഴിഞ്ഞ് ഇവർ നാട്ടുകാരെ കൊണ്ട് മുഴുവൻ എനിക്കെതിരെ കത്തുകൾ എഴുതിക്കുക. ഞാൻ എഴുതിയത് കൊണ്ടാണ് ഇവർ ഇലക്ഷനിൽ തോറ്റത്. അപ്പോൾ ഞാൻ അന്തം വിട്ടു പോവുകയാണ്. ഈ നാട്ടുകാർ ഇവിടുത്തെ അമേരിക്കക്കാർ മുഴുവൻ ഇന്ത്യാബിലോടാണോ വായിക്കുന്നത്? ഇവിടുത്തെ ഇംഗ്ലീഷ് പത്രം ഇന്ത്യൻ പത്രമാണോ വായിക്കുന്നത്? എന്തായാലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താനും മാധ്യമങ്ങൾക്കെതിരെ തിരിയാനുമായിട്ട് ആളുകൾക്ക് വളരെ ഒരു താല്പര്യം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതേസമയം തന്നെ ആവശ്യമുള്ളപ്പോൾ മാധ്യമങ്ങളെ ഉപകാരപ്പെടുത്തുകയും. എ ബബ്രാവിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. അപ്പം അദ്ദേഹം ഡിസ്ട്രിക്ട് അറ്റോർണിയായിട്ട് മത്സരിക്കുന്നു. ഇപ്പം നമ്മളെയും മാധ്യമങ്ങളെയും എല്ലാം ആവശ്യമുണ്ട്. മത്സരിച്ച് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആരെയും കണ്ടുവെന്ന് വരത്തില്ല. ഇത് അനുഭവത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ നിക്കി ഹാലി അല്ലെങ്കിൽ ബോബി ജിൻഡാൽ അവിടെ ഗവർണർമാരായിട്ട് ഇരിക്കുന്നു. ഞങ്ങളൊക്കെ ആദ്യകാലത്ത് അവരെപ്പറ്റി എഴുതുകയും അവരെപ്പറ്റി പൊക്കി എഴുതുകയും ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് പൈസയൊക്കെ പിരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അവരെ ഒരു തരത്തിലെത്തിക്കഴിയുമ്പം നമ്മുടെ കമ്മ്യൂണിറ്റി അങ്ങ് മറന്നു പോകുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും അവർക്ക് താല്പര്യം കാണുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഇത്രയും പേര് വരികയും ഇത്രയും നല്ലൊരു സമ്മേളനം സംഘടിപ്പിക്കാൻ കഴിയുകയും ചെയ്തതിൽ ഇതിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തുകയും എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിൽ നന്ദി പറയുകയും ചെയ്യുന്നു. താങ്ക് യു. Especially for mentioning my link with, of course, the media activities. As a matter of fact, the slogan for the Kerala digestion in the old days was "Your link with the homeland." Once again, I want to express my gratitude to the India Press Club of New York chapter for inviting me over here. Mr. Jose Kadapuram was gracious enough to invite me to this function today. And let me
extend, of course, my congratulations to the team headed by Jose for the coming year. And once again, I would like to especially mention Mr. George Joseph, who was the founding president of this organization, whose vision has come to fruition in the last few years through this India Press Club. If you look around today, we could see that democracy is spreading all around. But on the other hand, if you look at that, democracy is in crisis today. There is great cynicism and apathy toward politicians all around and politics all around. And the debate today, if you really look at that, it is definitely contaminated with the hyperbole. So what exactly the responsibility of the media in this type of a situation? It has already been talked about here, so I do not want to pursue it much further. But let me say a couple of things here. One is that an informed public is essential for the democratic process. An informed public is very, very important if we have to carry out progressive policies which will help the humankind. So media plays a very, very important role. And the media as power is quite illustrated here with the big assembly of people, especially representing our community, mostly of course with the community leaders here. നിങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലുള്ള നേഴ്സിംഗ് സമരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. 8 വർഷം മുമ്പാണോ 6-8 വർഷം മുമ്പ് ഫിലഡൽഫിയ ഫിലിപ്പ് മലയാള പത്രത്തിൽ ആദ്യം നേഴ്സിംഗ് എന്നുള്ള സബ്ജക്റ്റ് എഴുതിയാണ് ഇതിൻ്റെ തുടക്കം. അത് കഴിഞ്ഞാണ് DBL PP ജെയിംസ് ഇവിടെ വിവാഹിതർക്ക് നേഴ്സാവാൻ വിലക്ക് എന്നുള്ള സബ്ജക്റ്റ് എഴുതിയത്. അതിൻ്റെ പിന്നാലെയാണ് അനിൽ അടൂര് കണ്ണാടിയിൽ നേഴ്സുമാരുടെ ചരിത്രം കൊണ്ടത്. ആ സമരങ്ങൾ മുഴുവൻ പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ പുറകിൽ മുഴുവൻ മീഡിയ ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൽ അമേരിക്കൻ മാധ്യമ പ്രവർത്തകർക്ക് അതിൻ്റേതായ പങ്കുണ്ട്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് ന്യൂയോർക്ക് ചാപ്റ്ററിൻ്റെ നന്ദി എല്ലാവരോടും അറിയിക്കുകയാണ്. താങ്ക് യു.